ഹലോ, ഇന്ന് നമ്മൾ നമ്മുടെ പുതിയ വണ്ടി പൂജിക്കാനായിട്ട് പോവാണ്. അങ്ങനെ നമ്മുടെ മെയിൻ ആളിനെ നമ്മൾ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലാണ് നമ്മൾ പോയത്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. 10:30 ശേഷം മാത്രമേ പൂജിക്കാനായിട്ട് വണ്ടി അകത്തേക്ക് കയറ്റൂ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ചു. നമ്മൾ കുളത്തിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ ഒരുപാട് മീനുകളെ കണ്ടു. അപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുത്താലോ എന്നൊരാഗ്രഹം. അങ്ങനെ നമ്മൾ കുറച്ച് പൊരിയൊക്കെ വാങ്ങിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു എങ്കിൽ നമുക്ക് താഴെ ഇറങ്ങി കുറച്ച് അടുത്ത മീനുകളെ കാണാം, അപ്പോൾ അവർക്ക് പൊരി കൊടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ അവർക്ക് താഴെ ചെന്ന് കൊടുത്തു. പിന്നെ നമ്മൾ തേങ്ങ വാങ്ങി ഉടയ്ക്കാമെന്ന് പറഞ്ഞ് നമ്മൾ ക്ഷേത്രത്തിനുള്ളിൽ കയറി തേങ്ങ ഉടച്ചു. അമ്മ ഉടച്ചു, ചേട്ടനും ഉടച്ചു. എനിക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു ഉടയ്ക്കാനായിട്ട്. പപ്പയാണ് ഏറ്റവും ബെസ്റ്റായിട്ട് ഉടച്ചത്. തൊഴുതിറങ്ങിയപ്പോഴത്തേനും തിരക്കായതുകൊണ്ട് തന്നെ അമ്മേനെ ചെറുതായിട്ടൊന്ന് മിക്സായി. പിന്നെ ചേട്ടന് ഞാനും കൂടെ ഒരു റൗണ്ട് ചുറ്റിയിട്ടാണ് അമ്മയെ കണ്ടുപിടിച്ചത്. പപ്പ അപ്പോഴത്തേനും ഉണ്ണിയപ്പമൊക്കെ വാങ്ങി വെച്ചിരുന്നു. 11 മണിയൊക്കെ ആയപ്പോഴത്തേനും വണ്ടികളൊക്കെ പൂജിക്കാനായിട്ട് കൊണ്ടുവന്നു. അങ്ങനെ നമ്മുടെ ഓൾട്ടോയിൽ നമ്മൾ കയറ്റി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഒരുപാട് വണ്ടികൾ പൂജിക്കാനായിട്ട് കൊണ്ടുവന്നിരുന്നു. അമ്മയും ചേട്ടനോട് പൂജിച്ച മാലയൊക്കെ വണ്ടിക്ക് ഇട്ട് കൊടുത്തു. ഉള്ളിൽ ശിവയിൽ നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ അകത്തേക്ക് കയറി തൊഴുതു. അതിനുശേഷമാണ് പൂജയ്ക്കായിട്ട് തിരുമേനി വന്നത്. എല്ലാ കാറുകളും പൂജയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ തിരുമേനി എത്തി ഓരോ കാറുകളായിട്ട് പൂജിച്ചു തുടങ്ങി. അങ്ങനെ പൂജിച്ച കാറിൻ്റെ താക്കോലൊക്കെ അമ്മ വാങ്ങി. അങ്ങനെ നമ്മുടെ വണ്ടിയൊക്കെ പൂജിച്ച് കഴിഞ്ഞതിന് ശേഷം പൂജ കഴിഞ്ഞ വണ്ടികളൊക്കെ ഓരോന്നായിട്ട് വെളിയിലോട്ട് ഇറങ്ങി തുടങ്ങി. അപ്പോഴേക്കും ഉച്ചയൊക്കെ ആയി. അങ്ങനെ അമ്മ ഐശ്വര്യമായിട്ട് വണ്ടിയെടുത്ത് നമ്മൾ ക്ഷേത്രത്തിന് നടയിൽ നിന്ന് വീട്ടിലേക്ക് യാത്ര തിരിച്ചു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.